ഓം ശാന്തി. മറ്റൊരാളുടെ കുറവുകളെ കാണുമ്പോൾ, മറ്റൊരാളുടെ വീക്ക്നെസ്സുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെ എനർജി കുറയുന്നത്. ഞാൻ പലപ്പോഴും പല പല ബന്ധങ്ങളുടെയും ഹീലിങ്ങിന് വേണ്ടി പറയുമ്പോൾ എല്ലാവരുടെയും പരാതികളാണ്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല അവരോട് പെരുമാറുന്നത്, എന്നിട്ടും അവരങ്ങനെ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുക. എന്നെ എല്ലാ സമയത്തും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, എന്താണോ എൻ്റെ വീക്ക്നെസ് അത് തന്നെ എന്നോട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടോ എന്ന് നോക്കി അതിനെയാണ് എല്ലാ സമയത്തും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? എങ്ങനെയാണ് ഞാൻ അവരെ നെഗറ്റീവ് ഞാൻ കാണാതിരിക്കുക? എങ്ങനെ ഞാൻ അതിജീവിക്കും എന്നൊക്കെ പലരുടെയും പരാതികൾ നിരന്തരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കമൻ്റാണ് താനും. ഇത് ഒരു രീതിയിൽ മറ്റുള്ളവരുടെ നെഗറ്റീവിന് നമ്മുടെ മനസ്സിൽ ധരിക്കുന്നതിന് തുല്യമാണത്. കാര്യം ശരിയാണ്, അവർ നിങ്ങളെ മോശമാക്കി പറയുകയാണ്. പക്ഷേ ആ മോശമാക്കി പറയുകയാണെങ്കിൽ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറയൂ, ഇവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂ എന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ധാരണയുണ്ടല്ലോ, അത് അവർ എൻ്റെ വെൽവിഷർ അല്ല എന്ന് സ്വയം ഞാൻ അംഗീകരിക്കുകയാണ്. സ്വയം ഞാൻ അവരെൻ്റെ വെൽവിഷർ അല്ല എന്ന് അംഗീകരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്നോട് നന്നായി പെരുമാറണ്ട എന്ന് പറയുന്നതിന് തുല്യമായ ഒരു എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് എത്ര തന്നെ ആര് നിങ്ങളോട് മോശമായി പെരുമാറുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് അവരെ നേരെ പോസിറ്റീവായിരിക്കുന്ന ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ നല്ലവരാണ്, അവർ കുഴപ്പമൊന്നുമില്ല, ശരിയാണ്, ഇങ്ങനെ എല്ലാ സമയത്തും ആര് എന്ത് മോശമാകുമ്പോഴും അറിയാം നമുക്കൊരു മോശമായിട്ട് പെരുമാറുന്നത്, പക്ഷേ ഞാൻ പറയുന്നു അവർ നല്ലവരാണ്. നിരന്തരമായിട്ട് ആ വൈബ്രേഷൻ നിങ്ങൾ കൊടുത്തു നോക്ക്, സ്വാഭാവികമായിട്ടും അവരുള്ള മാറ്റം വരുന്നത് ഞാൻ പല റിലേഷൻസിൻ്റെ ഹീലിങ്ങിലും ഈ ഒരു ടെക്നിക്ക് പറയുമ്പോൾ, ഭർത്താവ് നിരന്തരമായി ശകാരിക്കുന്ന ഒരു ഭാര്യ എന്നും വന്ന് കരഞ്ഞു പറയായിരുന്നു, ഞാൻ എന്ത് നല്ലത് ചെയ്തു കൊടുത്തിട്ടും എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നില്ല, എനിക്കൊരു യാതൊരു റെസ്പെക്റ്റും തരുന്നില്ല, ഞാൻ ആ വീട്ടിൽ വേണ്ടാത്തൊരാളെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ സങ്കടത്തോടെ പറയുമായിരുന്നു. ഞാൻ ആ അമ്മോട് പറയും, നിങ്ങൾ നേരെ തോട്ട്സ് തിരിച്ച് ക്രിയേറ്റ് ചെയ്യൂ, എൻ്റെ ഭർത്താവ് വളരെ നല്ലവനാണ്, എന്നെ നന്നായിട്ട് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്, എന്നോട് നല്ല പെരുമാറ്റമാണ് പെരുമാറുന്നത്, ആക്ച്വലി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞ് എന്നോട് ഞാൻ അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ എന്നെ വഞ്ചിക്കുകയല്ലേ? സത്യമല്ലല്ലോ ഞാൻ പറയുന്നത്. കാര്യം ശരിയാണ്, സത്യമല്ല. പക്ഷേ ആ അസത്യം നാളെ സത്യത്തിലേക്ക് പരിണമിക്കുകയാണെങ്കിലോ അതെത്ര സുഖദായിയാവും. അതുകൊണ്ട് ഇങ്ങനൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ട് ആ അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഒരാഴ്ച കാലഘട്ടം അവർ എന്ത് ആഹാരം എടുക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും ഒക്കെ ആ തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഭർത്താവ് വളരെ നല്ലവനാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര റെസ്പെക്റ്റാണ്, വളരെ മോശമായി ശകാരിക്കുമ്പോൾ എന്നോട് ഒത്തിരി സ്നേഹമാണ്, അതുകൊണ്ട് എന്നെ തിരുത്താൻ നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ വെറുതെ തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അറിയാതെ ആ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങി, സങ്കടത്തിൻ്റെ ഒരാഴം കുറയാൻ തുടങ്ങി. തോട്ട്സ് ക്രിയേറ്റ് ചെയ്തത് അവർ തന്നെയാണ്. മറ്റാൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവരവരുടെ മനസ്സിനുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു 21 ദിവസമാണ് ആ വ്രതം പറഞ്ഞ്, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിന് നല്ല സുഖമുണ്ട്, ഇനിയിപ്പോൾ അയാൾ എന്നോട് വഴക്ക് പറഞ്ഞാലും പറഞ്ഞില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ ഇതേ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു മാസം ആവാൻ ഞാൻ ഓർക്കുന്ന ഏതാണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തൻ്റെ ഭാര്യയുടെ കാര്യത്തിന് സുഖമില്ലാതായപ്പോൾ ഒരു പനി പിടിച്ചപ്പോൾ, അയ്യോ നിനക്കിങ്ങനെ വന്നു പോയല്ലോ എന്ന് പറയാം, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണോ, ഞാൻ ചുക്ക് കഷായം ഉണ്ടാക്കി തരണോ, എന്തൊരു കെയറിങ് ആ വൈഫ് ആ സമയത്ത് അനുഭവിച്ചു. എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് കരയുകയാണ്. ഇത്ര സ്നേഹമുള്ളൊരു ഭർത്താവ്, കല്യാണം കഴിഞ്ഞ് 18 വർഷമായി, ഇന്നേ വരെ എന്നെ ഇങ്ങനെ ഒരു കെയറിങ് എനിക്ക് ഭർത്താവ് തന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നോട് എന്തൊരു സ്നേഹം, അപ്പം എൻ്റെ ഭർത്താവിനെ സ്നേഹം അല്ലാതാക്കി നിർത്തിയത് ഞാനായിരുന്നു സിസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് കരയാം. ഞാൻ പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല, നിങ്ങളല്ല, പക്ഷേ ഉണ്ടായ സാഹചര്യത്തിനോട് നിങ്ങളുടെ പ്രതികരണം അതിനെ പോസിറ്റീവ്ലി നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരാളെക്കുറിച്ച് ഒരു വീക്ക്നെസ് കാണുന്ന സമയത്ത് അവർ മോശമായതായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കുക, മോശമായതായിരിക്കാം പറയുന്നുണ്ടായിരിക്കുക, എന്തോ ആയിക്കോട്ടെ, അവരങ്ങനെയാണ് എന്ന് ഉറച്ചു ഞാൻ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള എനർജിയോട് കൂടിയിട്ട് ഞാൻ അവർക്ക് നിങ്ങളതാണ് എന്ന് ഒരു മുദ്ര കുത്താനുള്ള എനർജി അവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എനർജി അവർക്ക് സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ അറിയാതെ
അത്തരം അവരെ ആക്ഷൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് എനിക്ക് എന്തെങ്കിലും വിരുദ്ധമായിരിക്കുന്ന ഒരു തോട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എന്നെ ചീത്ത വിളിക്കുന്ന ആൾ, എന്നെ കുറ്റപ്പെടുത്തുന്ന ആൾ, എന്നെ വിമർശിക്കുന്ന ആൾ, അപമാനിക്കുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ആളുകളോടാണ് എൻ്റെ മനസ്സിന് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലോ അവരെന്നെ അപമാനിക്കുന്നതിൻ്റെ അളവ് കൂടും, വിമർശിക്കുന്നതിൻ്റെ അളവ് കൂടും, കുറ്റം പറയുന്നതിൻ്റെ അളവ് കൂടും, ഉപദ്രവിക്കുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. കുറയ്ക്കാനാവില്ല. അതേസമയം നേരെ തിരിച്ച് ഇവർ വളരെ സ്നേഹിയാണ്, ഇവരെന്നെ സ്നേഹിക്കുകയാണെന്നുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റിയുടെ പ്രഭാവം പതുക്കെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എന്നെ ഒരാൾ ചീത്ത പറയുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള വിഷമം ആദ്യം എൻ്റെ എനർജീനെയാണ് കുറയ്ക്കുന്നത്. എൻ്റെ ലെവല് കുറയുകയും ചെയ്യും, അവരുടെ നെഗറ്റീവിൻ്റെ ലെവല് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ദിവസം കഴിയും തോറും ആരാണോ പീഡനം അനുഭവിക്കുന്ന ആൾ അയാളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും, പീഡിപ്പിക്കുന്ന ആൾ പീഡിപ്പിക്കുന്ന അവസ്ഥയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഇത്തരത്തിലൊരവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും കൂടാതെ അവർ നല്ലവരാണെന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി ലെവലാണ് കൂട്ടാൻ പറ്റുക. ഇതൊരു വിധത്തിൽ നമ്മൾ തന്നെ ഫ്രണ്ട് ആവലാണ്. മറ്റൊരു രീതി പറഞ്ഞാൽ, വേറെ ആരെങ്കിലും തെറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കൂ. നമ്മൾ നേരെയായിട്ടല്ല, അവർ സ്വയം എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ട കാര്യം ഈ ക്യാമറ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഏതൊരു കാര്യവും ഉടനെ തന്നെ നമ്മുടെ മൈൻഡ് റിസീവ് ചെയ്യും. മൈൻഡ് റിസീവ് ചെയ്ത ഒരു സംശയവും കൂടാതെ ലോജിക് ആൻഡ് അരിത്തമെറ്റിക് യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ബുദ്ധിക്ക് കൊടുക്കും. ബുദ്ധി അതിന് വിചാരസാഗര മഥനം ചെയ്യാൻ തുടങ്ങും. എന്തിനു വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്തത്, ഈ ലക്ഷ്യത്തോടെ ആയിരിക്കാം, അതാവാം, ഇതാവാം. ഇങ്ങനെ അവരൊരിക്കലേ ആ കാര്യം ചെയ്തുള്ളൂ. നിങ്ങളുടെ മനസ്സുകൊണ്ട് 100 വട്ടം ആ കാര്യം ആവർത്തിച്ച് ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ തെറ്റ് ചെയ്ത് തെറ്റാണ് എന്ന് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ആ തെറ്റ് മനസ്സിൽ പലതവണ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ എനർജി എത്രമാത്രം താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറൊരാളെ തെറ്റ് കണ്ടാലും ആ തെറ്റിനെ നമ്മുടെ ഉള്ളിലേക്ക് ധരിക്കാതിരിക്കുക. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ദശരഥൻ്റെ പത്നിയായിട്ട് സുമിത്രയെ കാണിക്കുന്നത്. സുമിത്ര എന്ന് വെച്ചാൽ എന്താർത്ഥം? സ്വയം അവനവൻ്റെ നല്ല മിത്രമായിട്ട് മാറുന്നവൾ എന്നർത്ഥം. എൻ്റെ മിത്രമായിട്ട് എനിക്ക് മാറണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ, ദശരഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്ന ആത്മ അഥവാ അധികാരിയായിരിക്കുന്നവൻ എന്നർത്ഥം. എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് എനിക്ക് അധികാരിയാവണം എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനോട് എനിക്ക് മിത്രത പാലിച്ചേ പറ്റൂ. എൻ്റെ മനസ്സിനോടുള്ള മിത്രതയാണ് മറ്റൊരാളുടെ കുറവിനെ കാണാതിരിക്കുക. അതുകൊണ്ട് എന്നെ വിമർശിക്കുന്നവരെക്കുറിച്ച് ആ വിമർശനത്തെ സ്വീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് ഭഗവാന്റെ മഹാവാക്യം ഞാൻ ഓർമ്മിക്കും, ദുഃഖം എടുക്കുകയും ചെയ്യരുത്, ദുഃഖം കൊടുക്കുകയും ചെയ്യരുത്. മറ്റൊരാളെന്നെ വിമർശിക്കുമ്പോൾ ഞാനത് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ദുഃഖം എടുക്കുക എന്നാണ്. ദുഃഖം എടുത്താലും എൻ്റെ എനർജി ലെവൽ താഴേക്ക് പോകും. ദുഃഖിപ്പിക്കുന്നവരുടെ നെഗറ്റീവ് എനർജി ലെവൽ കൂടിക്കൊണ്ടിരിക്കും. മറ്റൊരാളുടെ അവഗുണം ഞാൻ കണ്ടു, അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാനവർക്ക് ദുഃഖം കൊടുക്കുക എന്ന് വെച്ചാലും ദുഃഖം കൊടുത്താലും അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ കുറ്റം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും. അത് വർണ്ണിക്കും, അത് പറയും. പതുക്കെ സമയം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ ഇതിനൊക്കെ വിമർശിച്ച ഞാൻ എന്തുകൊണ്ട് അറിയാതെ ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തു പോയി എന്ന് നിങ്ങൾ പശ്ചാത്തപിക്കുന്ന അവസ്ഥയിലേക്ക് വരെ അത് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ കുറവിനെ കാണാൻ ചിലർത്ഥം സ്വന്തം എനർജി ലെവൽ താഴേക്ക് പോരാന്നാണ്. അതുകൊണ്ട് നമുക്ക് സ്വയം നമ്മുടെ മിത്രമായിട്ട് മാറാം. മറ്റൊരാളുടെ കുറവിനെയും നമുക്ക് കാണാതിരിക്കാം. ആരെങ്കിലും നമുക്ക് ദുഃഖം തന്നാൽ അത് സ്വീകരിക്കാതിരിക്കുക. പലപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ അത്രയും അസഹനീയമായി ചീത്ത പറയുകയാണെങ്കിൽ ചിന്തിച്ചോളൂ, ഒരു കൊട്ട ചീഞ്ഞ മുട്ട തന്നിട്ട് ഞാനത് വാങ്ങിയില്ലെങ്കിൽ അത് ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ബുദ്ധൻ്റെ ഒരു കഥയിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ബുദ്ധനടുത്ത് ഒരാളൊരു സത്സംഗത്തിൽ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ബുദ്ധൻ അവരെ വിളിച്ച് ചോദിച്ചു പോലും, ഒരാൾക്ക് ഒരു കൊട്ട ചീഞ്ഞ മുട്ട കൊടുത്തു, അയാളത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? അയാൾ പറഞ്ഞത് ചോദിക്കാനുള്ള കാര്യമാണോ? തന്ന ആളുടെ കൊടുക്കാതെ നോക്കിയ ആളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അത്രേ, നീ തന്നതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന്. അതേപോലെ ഈ ഒരു കഥ നിങ്ങൾ സമയം വരുമ്പോൾ ഓർമ്മിക്കുക. ഒരാൾ അനാവശ്യമായിട്ട് വഴക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചീഞ്ഞ മുട്ടയൊക്കെ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ, എനിക്ക് വേണ്ട. അങ്ങനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് വരിക. ഞാൻ വേണ്ടാത്തതിന് സ്വീകരിച്ചിട്ടില്ല. ആ ഒരു എനർജി നമ്മുടെ എനർജി ലെവൽ കൂട്ടും, നമ്മുടെ എനർജി ലെവലിനെ കുറയ്ക്കില്ല. അതുകൊണ്ട് സ്വന്തം എനർജി ലെവലിനെ ഹൈ ആക്കി നിർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ നെഗറ്റീവിനെ നമുക്ക് കാണാതിരിക്കാം. മറ്റുള്ളവർ തരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാം.
അഹങ്കരിക്കാതിരിക്കാം. സ്വന്തം മനസ്സിൻ്റെ ഏറ്റവും നല്ല മിത്രമായി മാറി പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ജീവിതത്തിൽ സദാ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.